എല്ലാവർക്കും പുതിയൊരു വീക്ക്ലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ മന്ത് സ്റ്റാർട്ട് ചെയ്തത് നല്ലൊരു ബുള്ളിഷിലാണ് പ്രൈസ് നിൽക്കുന്നത്. പ്രൈസ് ഒരു ബുള്ളിഷിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരുപാട് ന്യൂസ് ഉണ്ടായിരുന്നു. നോൺ ഫാം പേർ ഉണ്ടായിരുന്നു, അതേപോലെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരുന്നു, ഫെഡിന്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ പ്രൈസ് നല്ലൊരു ബുള്ളിഷിലേക്ക് കൊണ്ടുപോകും എന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. പക്ഷെ പ്രൈസ് ഒന്നും മൂവ് ചെയ്തില്ല. എന്തുകൊണ്ടെന്നാൽ ഇൻവെസ്റ്റേഴ്സ് ഇല്ല, അവിടെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂഷന് നല്ല രീതിയിൽ അവിടെ നിന്ന് മൂവ് ചെയ്യിക്കുന്നത്, അതായത് ബുള്ളിഷിലേക്ക് തന്നെ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല. നല്ല രീതിയിൽ ഇൻവെസ്റ്റേഴ്സ് വരികയാണെങ്കിൽ മാത്രമേ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൈസ് മേളിലേക്ക് കൊണ്ടുപോകുള്ളൂ. അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫണ്ട് ചെയ്തിട്ട് ഒരിക്കലും മേളിലേക്ക് പോകില്ല. അപ്പൊ പലവട്ടം പ്രൈസ് ആ ഒരു നോൺ ഫാം പേറോളിന് മുമ്പ് തന്നെ പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് വന്നു. അവിടെ നിന്ന് പ്രൈസ് ചെറുതായിട്ടൊക്കെ ഒന്നും ബുള്ളിഷിലേക്ക് വന്നു, വീണ്ടും പലവട്ടം ഡിസ്കൗണ്ടിലേക്ക് വന്നിട്ടും പ്രൈസ് ആരും തന്നെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പ്രൈസ് താഴേക്ക് വരും, ഡിസ്കൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് ഇനി വരുന്ന ആഴ്ചയിൽ കാണാം. അടുത്ത ആഴ്ചയിലൊക്കെ ചിലപ്പോൾ നല്ലൊരു ഡിസ്കൗണ്ടിലേക്ക് വരാം, വന്നിട്ട് പ്രൈസ് മൂവ് ചെയ്യാം, നമുക്ക് എവിടെ നിന്ന് പോകും. അതും പറഞ്ഞ് പ്രൈസ് ബിയറിഷായി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പോഴും നിങ്ങൾക്ക് ഒരു 60-70% ബൈ എൻട്രി തന്നെയാണ് നിങ്ങൾ നോക്കേണ്ടത്. സെല്ല് നോക്കാം അതേപോലെയുള്ള പൊസിഷനിൽ നിന്ന്. അത്രയും നല്ലൊരു പി ഒയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സെല്ല് നോക്കുന്നതിന് പ്രശ്നമില്ല. സെക്ഷന്റെ ഇന്റേണൽ സ്ട്രക്ചർ ഒന്നും സെല്ല് നോക്കാതിരിക്കുക, ബൈ മാത്രം നോക്കുക. കിട്ടുന്ന എൻട്രികൾ മതി, അല്ലാത്തൊരു എൻട്രി വേണ്ട. ഒരു എൻട്രി ആഴ്ചയിൽ മതി. ആ ഒരു പ്രോഫിറ്റ് എടുത്ത് മാറുക. അപ്പോഴും പ്രോപ്പറായിട്ട് വീക്ക്ലി പ്രോഫിറ്റ് എടുത്ത് പോകുന്ന ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ നമുക്ക് കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ട്രേഡ് എടുക്കണമെന്ന് വിചാരിച്ച് നമ്മൾ ചാടിപ്പോയി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ നിൽക്കണതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ട്രേഡ് മതി. നമുക്ക് ഒരുപാട് വലിയ മൂവ്മെന്റുകൾ നമ്മൾ ട്രേഡ് എടുത്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി നല്ല കാശ് ഉണ്ടാക്കി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കുക. ട്രേഡ് ഉള്ള സമയം നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നല്ലൊരു ട്രേഡ് എടുത്ത് പോകുക. ബി റേഞ്ച് എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഒരു വീക്കിലേക്ക് നോക്കാം. 2 ആഴ്ചയായിട്ട് പ്രൈസ് ബിയറിഷാണ്. വീക്കിന്റെ ലോ ഹിറ്റ് ചെയ്തിരുന്നു. അവിടെ തന്നെ നമുക്ക് ഡേയുടെ ഒരു പി ഒ ഉണ്ടായിരുന്നു, നല്ലൊരു പുൾ ബാക്ക് ഉണ്ടായിരുന്നു. അത് നമ്മൾ പ്രോഫിറ്റ് ഒക്കെ എടുത്ത് പല ആൾക്കാരും ഞാൻ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടതാണ്. ആ ഒരു ട്രേഡ് എടുക്കാമെന്ന് നല്ലൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എടുത്തത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമുക്ക് ഡേയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ അറിയാം പ്രൈസ് ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇതൊരു റേഞ്ച് അല്ല, അതിന് മുമ്പത്തെ റേഞ്ച് ചെറുതായിരുന്നല്ലോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു റേഞ്ച് കൂടി കാണിച്ചു തരാം. ഇത് നോക്കിക്കേ, പ്രൈസ് അതിലും വലിയ റേഞ്ചിൽ ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി വരെ നിന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ ഈ ഒരു മൂവ്മെന്റിനേക്കാൾ ഒട്ടും ചെറുതല്ല, ഒട്ടും വലുതല്ല ഇത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുന്ന പിന്നെ ആ മാസങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പ്രൈസ് ബുള്ളിഷിൽ വന്നു, വീണ്ടും അതേ റേഞ്ചിൽ നിന്നു. ചിലപ്പോൾ പ്രൈസ് എന്ത് ചെയ്യാൻ നല്ല ഇൻഎഫിഷ്യൻസി ആയിട്ട് പ്രൈസ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്ത് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ബൈ സൈഡൊക്കെ തന്നെ ഒരുപാട് ചാൻസ് കിട്ടും. പക്ഷെ ഞാൻ പറയുന്നത് പോലെ ഒരുപാട് ലോങ് ടൈം ഹോൾഡ് ചെയ്ത് ചെറിയ ചെറിയ മൂവ്മെന്റിൽ പ്രോഫിറ്റ് എടുത്ത് മാറുക, പ്രോഫിറ്റിൽ തന്നെ പോകും. അല്ല നിങ്ങൾ ബൈയിലേക്കാണെങ്കിലും സെല്ലിലേക്കാണെങ്കിലും നിങ്ങൾ ബ്രേക്ക് ഈവൻ ഇട്ട് ഒരുപാട് നിങ്ങളുടെ മെയിൻ ടാർഗറ്റ് ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൻ അടിക്കും. അതാണ് ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ആഴ്ച കാണാൻ പറ്റിയത്. അതേ സെറ്റപ്പ് തന്നെ ഈ ആഴ്ചയിലും കാണും. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഹോൾഡ് ചെയ്ത് വെക്കരുത്. ഹോൾഡ് ചെയ്തിട്ടെങ്കിലും പ്രോപ്പറായിട്ട് പ്രോഫിറ്റ് എടുത്തതിന് ശേഷം മാത്രം ഹോൾഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ നമുക്ക് ട്രേഡ് നോക്കാം. നമുക്ക് ആദ്യം ഇവിടെ വന്നു, പ്രൈസ് ട്രിഗർ ആയില്ല. നെക്സ്റ്റ് ഇവിടെ വന്നു, വീക്കിന്റെ ലോ എടുത്തു. അതേപോലെ തന്നെ പ്രൈസ് എന്ത് ചെയ്തു, നമ്മുടെ ഡേയുടെ ഒരു വീക്ക് ഓർഡർ ബ്ലോക്കിൽ വന്നു. നല്ലൊരു എൻട്രി ആയിരുന്നു. ഇവിടെ നമുക്ക് 4 hour നോക്കാം, അതേപോലെ ഞാൻ 1 hour സിംഗിൾ ക്യാൻഡിൽ നോക്കി എൻട്രി കയറിയായിരുന്നു. നല്ലൊരു എൻട്രി ആയിരുന്നു. 50 minute ഫ്ലിപ്പ് വിത്ത് ഐഡിയ ഉണ്ടായിരുന്നു, നല്ല എൻട്രി ആയിരുന്നു. ഞാൻ ഒരു ട്രേഡ് എടുത്തു, അത് കാണിച്ചു തരാം. അതേപോലെ ഇനി പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതേപോലെ തന്നെ ആയിരിക്കും പ്രൈസിങ് അവിടെ. ചിലപ്പോൾ വരുന്ന വീക്കിലെത്താം, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള വീക്കിലെത്താം. അപ്പൊ ഏത് ആഴ്ച വരുന്നോ ആ ആഴ്ച നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡ് എടുത്തു മാറുക, നല്ല പ്രോഫിറ്റ് എടുക്കാം. ഈ ഒരു ഹൈ വരെ ചിലപ്പോൾ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഗ്രൂപ്പിലിടാം. നല്ലൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ഇവിടെ നല്ലൊരു ബൈ തന്നെ എടുക്കുക. അപ്പൊ നമുക്ക് 4 hour വരാം. നമ്മൾക്കിപ്പോൾ 4 hour വരുമ്പോൾ ഇതായിരുന്നു നമ്മുടെ സിംഗിൾ ക്യാൻഡിൽ. പ്രൈസ് പ്രീവിയസ് ഹൈ ഹിറ്റ് ചെയ്യാതെയാണ് പ്രൈസ് തിരിച്ചു വന്നത്. കൊണ്ട് തന്നെ ഇവിടെ നിന്നും പല ആൾക്കാരും ട്രേഡ് നോക്കി. പിന്നെ ആ ന്യൂസും കാര്യങ്ങളും ആയതുകൊണ്ടാണ് ഞാനത് വലിയ രീതിയിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാഞ്ഞത്. നെക്സ്റ്റ് നമ്മുടെ ന്യൂസിന്റെ സമയത്തും പ്രൈസ് ഒന്ന് കയറി, പക്ഷെ അങ്ങനെ തന്നെ പ്രൈസ് ഇറങ്ങി വരികയും ചെയ്ത് തിരിച്ചു കയറുകയും ചെയ്ത് അതേ റേഞ്ചിൽ തന്നെ നിന്ന്. എവിടെ നിന്നാണോ പ്രൈസ് ന്യൂസിന്റെ സമയത്ത് മൂവ് ചെയ്ത് അതേ മൂവ്മെന്റിൽ തന്നെ പ്രൈസ് വന്ന് നിന്നു അല്ലെ. അപ്പൊ ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ വന്നും പ്രൈസ് എന്ത് ചെയ്ത് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്തു. ഈ ഹൈ പോയി ഹിറ്റ് ചെയ്തില്ല, അതിനുശേഷമാവുന്നത് ഈ ഹൈ ഹിറ്റ് ചെയ്യാതെ വന്നതുപോലെ തന്നെ ഈ ഹൈ ഹിറ്റ് ചെയ്യുന്നു. അപ്പൊ അതിന് തൊട്ട് മുമ്പ് നമുക്ക് അതിന്റെ റേഞ്ച് ഒന്ന് കാണിച്ചു. അപ്പൊ ഇത് എടുത്ത ആൾക്കാർ ഒരു വിധം പ്രോഫിറ്റ് എടുത്ത് മാറിയിട്ടുണ്ടാവും. ഈ ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ 1 hour വരികയാണെന്നുണ്ടെങ്കിൽ 1 hour സ്ട്രക്ചറിൽ നമുക്ക് നല്ലൊരു സിംഗിൾ ക്യാൻഡിൽ കിട്ടി. നമുക്ക് പ്രീവിയസ് ഹൈ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്യുന്ന രീതിയിൽ ഇതായിരുന്നു പ്രീവിയസ് ഹൈ. ഇവിടെ ഇൻസൈഡ് ക്യാൻഡിലാണ്
ഇത് ഇൻസൈഡ് ക്യാൻഡിലാണ്, ഇതായിരുന്നു. പക്ഷെ ഞാൻ ഏകദേശം ഇവിടം വരെയൊക്കെ വരും എന്നുള്ള രീതിയിലായിരുന്നു ഞാനും വിചാരിച്ചത്. പക്ഷെ പ്രൈസ് ഈ ഹൈക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരെ വന്നുള്ളൂ. ഇവിടെ വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ നിങ്ങളൊന്ന് നോക്കിയാൽ ഞാൻ എടുത്ത ട്രേഡ് നമ്മൾ ഈ ഒരു ഹൈ ആണെന്നുണ്ടെങ്കിൽ ഇവിടം വരെ വരാം. അതിനേക്കാളും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ടാർജറ്റാണ് വെച്ചത്. പക്ഷെ അവിടെയൊന്നും പ്രൈസ് വന്ന് ഹിറ്റ് ചെയ്തില്ല. ഈ ട്രേഡ് എടുത്തപ്പോൾ തന്നെ ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്, കിട്ടുന്ന നല്ലൊരു കൺഫർമേഷനിൽ നിന്ന് എടുക്കുക. പക്ഷെ ലോങ് ടൈം ഹോൾഡ് ചെയ്ത് പ്രൈസ് വന്ന് ബ്രേക്ക് ഈവൻ അടിക്കും. ചില ആൾക്കാർ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ ഇതിന് മുമ്പത്തെ മൂവ്മെന്റ് കിട്ടുന്നത് പോലെ കിട്ടുമെന്ന് വിചാരിച്ച് നിന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു സെക്ഷന്റെ ട്രേഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് സെക്ഷന്റെ ട്രേഡ് ഒന്നും കാര്യമായിട്ട് തന്നില്ല. എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ദിവസം അതിന്റെ സെക്കൻഡ് ഡേ തന്നെ ട്യൂസ്ഡേ തന്നെ SL ഒക്കെ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം പ്രൈസ് താഴേക്ക് തന്നെ മൂവ്മെന്റ് 3 സെക്ഷനും ബിയറിഷിലേക്ക് വന്ന് ഇവിടെ നിന്നാണ് പ്രൈസ് തിരിച്ചു കയറിയത്. ഈ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഗുഡ്, നല്ല എൻട്രി ആയിരുന്നു. അപ്പൊ നമുക്ക് 50 മിനിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 50 മിനിറ്റിൽ ഓൾറെഡി ബിയറിഷ് ട്രെൻഡിലാണ്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ 50 മിനിറ്റിന്റെ ഒരു സ്ട്രക്ചറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലോ 1 അവറിന്റെ ഒരു 1 അവറിൽ നമുക്ക് ബിയറിഷിലില്ല. 50 മിനിറ്റിന്റെ നല്ലൊരു സ്ട്രക്ചറിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സെല്ല് നോക്കാം. പക്ഷെ നിങ്ങൾ ലോങ് ടൈം ഹോൾഡ് ചെയ്യരുത് കേട്ടോ. 50 മിനിറ്റ് സ്ട്രക്ചറിൽ പോലെ ലോങ് ടൈം ഹോൾഡ് ചെയ്യരുത്. ആ റിയാക്ഷൻസ് ഒക്കെ എടുത്തു മാറുക. അതേപോലെ ഇന്റേണൽ സ്ട്രക്ചറും സെക്ഷനും ഒരിക്കലും ബിയറിഷ് ട്രെൻഡിലേക്ക് ട്രേഡ് എടുക്കാതെ പരമാവധി നോക്കുക. എടുക്കണമെങ്കിൽ നമ്മൾ സെക്ഷൻ പറഞ്ഞതുപോലെ തന്നെ ഏത് സെക്ഷനാണ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യത അതിനനുസരിച്ച് മാത്രം കൗണ്ടർ ട്രേഡ് എടുക്കുക. ചെറിയ ചെറിയ ടാർഗറ്റുകൾ വെക്കുക. അപ്പോൾ ഇനി പ്രൈസ് നമുക്ക് ഇനിയും പ്രൈസ് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ നമ്മുടെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരെ വരാം. പക്ഷെ ഇന്ത്യയുടെ സ്ട്രക്ചർ ഒക്കെ നോക്കണമെങ്കിൽ ഒരു 4 അവർ 1 അവർ അതേപോലെ മിനിമം 1 അവർ 4 അവർ ഡേയിലൊക്കെ നിങ്ങൾക്ക് സെല്ല് നോക്കാവുന്നതാണ്. അതേ സംബന്ധിച്ച് സെല്ലിലേക്കുള്ള സാധ്യത ഒരു 30% അല്ലെങ്കിൽ 40% മാത്രമേ ഉള്ളൂ. 30% പറയാൻ പറ്റുള്ളൂ. ബാക്കി ബൈയിലേക്ക് തന്നെയാണ്. ധൈര്യമായിട്ട് ബൈ എടുക്കുക. അപ്പൊ നാളത്തെ മൂവ്മെന്റ് ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ വരുന്ന വീക്കിലത്തെ മൂവ്മെന്റുകൾ തന്നെ വളരെ ശ്രദ്ധിക്കണം. പ്രൈസ് എങ്ങോട്ടായിരിക്കും വരുന്നത്. പരമാവധി പ്രൈസ് സ്ലോയിൽ തന്നെ ആയിരിക്കും ഡൗണിലേക്കാണെങ്കിലും വരുന്നത്. അപ്പൊ നമുക്ക് GBP/USD വരാം. GBP/USD കഴിഞ്ഞ മാസം ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ജസ്റ്റ് ചെറിയ ബുള്ളിഷിലാണ്. നമ്മളിപ്പോ ഈ കണ്ടതുപോലെ തന്നെ ഗോൾഡ് കണ്ടതുപോലെ തന്നെ GBP/USD ചെറിയൊരു ബുള്ളിഷ് മൂവ്മെന്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 4 മാസമായിട്ട് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്ന ബിയറിഷിലാണ്. റേഞ്ചിൽ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച ബൈയും സെല്ലും നിങ്ങൾക്ക് നോക്കാം, ഒരു പ്രശ്നമില്ല. വീക്കാണെന്നുണ്ടെങ്കിൽ 2 വീക്കും ബുള്ളിഷിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മന്തിന്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി നിങ്ങൾക്ക് ഈ പ്രൈസ് ഈ ഹൈ എടുക്കുക, ഇന്റേണൽ ഐഡിയം എടുത്തിട്ടും പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു OB വരെ നിങ്ങൾക്ക് നോക്കാം. ധൈര്യമായിട്ട് ഈ ഒരു OB വരെ നോക്കിക്കോ. ഈ OBയിൽ പ്രൈസ് വന്നെയാണെങ്കിൽ നല്ല സെല്ലെടുത്തോ. നിങ്ങൾക്കൊരു ലോങ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ വരെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് 4 അവറിലേക്ക് നോക്കാം. അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 4 അവറിലേക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും 4 അവറിന്റെ ഒരു എക്സ്ട്രീം OB അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, ആ ഒരു OBയിൽ വന്നിട്ട് നിങ്ങൾ സെല്ലെടുത്താൽ മതി. അപ്പൊ ഇതുവരെ വരുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇന്റേണൽ സ്ട്രക്ചറും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ടാണെങ്കിൽ കേട്ടോ മൺഡേ നിങ്ങൾ വാച്ച് ചെയ്യണം. ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റേണൽ സ്ട്രക്ചറും സെക്ഷനും എന്ത് ചെയ്യാം, ബൈ എടുക്കാം. അതിനുശേഷം ഒരു ലോങ് ടൈം സെല്ല് അതേപോലെ സെക്ഷനും ഇന്റേണൽ സ്ട്രക്ചറൊക്കെ പിന്നെ സെല്ലിലേക്ക് തന്നെ നല്ല രീതിയിൽ നോക്കാവുന്നതാണ്. അപ്പോൾ 1 അവർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതേ സെറ്റപ്പിൽ തന്നെ എടുക്കുക. ഒരുപാട് എൻട്രീസ് വന്നിരുന്നു അല്ലേ. പക്ഷെ ഒന്നും ഞാൻ ഈ GBP/USD ട്രേഡ് എടുത്തില്ല ആക്ച്വലി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നല്ല നല്ല എൻട്രികൾ ഉണ്ടായിരുന്നു. IDM എടുത്തതും ഡിസിഷൻ OBയിലും അതും ഇതൊക്കെ വന്നു. ഒരുപാട് എൻട്രീസ് ഉണ്ടായിരുന്നു. എക്സ്ട്രീം OBയിലൊക്കെ വന്ന് എൻട്രികൾ ഉണ്ടായിരുന്നു. നല്ല എൻട്രികളായിരുന്നു. ഏകദേശം 50 മിനിറ്റിലാണെങ്കിൽ അങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗോൾഡ് നമ്മുടെ GBP/USD എടുക്കാൻ നോക്കുക. ഓസ്ട്രേലിയൻ ഡോളറിൽ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീക്കെൻഡിലാണ്, ഫ്രൈഡേ ആണ് നമുക്കൊരു നല്ലൊരു ട്രേഡ് കിട്ടിയത്. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഹൈ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഓൾറെഡി മന്തിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഓൾറെഡി പ്രൈസ് ബിയറിഷ് ആണ്. അപ്പൊ സെല്ലെടുത്തൂടെ, ഉറപ്പായിട്ടും എടുക്കാം. നമ്മൾ ഓൾറെഡി നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്ത കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടായിരുന്ന ആ ഒരു പൊസിഷനിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇപ്പം ഡേയുടെ ഇന്റേണൽ സ്ട്രക്ചർ നോക്കുമ്പോൾ ഇന്റേണൽ IDM എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇൻസൈഡ് ക്യാൻഡിലിന്റെ ഹൈ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് IDM ആയിട്ട് എടുക്കാൻ പറ്റില്ല. IDM ഇത് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് മന്തിന്റെ സെറ്റപ്പിൽ നമുക്ക് അവിടെ നിന്ന് സെല്ലുണ്ട്. നമ്മുടെ ഡേയുടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്റേണൽ സ്ട്രക്ചറിൽ എക്സ്ട്രീം ഓർഡർ ബ്ലോക്കിൽ ഇതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച വരച്ച് നിങ്ങളോട് പറഞ്ഞത്. ഇവിടെ ധൈര്യമായിട്ട് സെല്ല് നോക്കിക്കോ. അപ്പൊ പ്രൈസ് ആക്ച്വലി ഫ്രൈഡേ ആണ് ആ ഒരു പൊസിഷനിലേക്ക് പ്രൈസ് എത്തിയിരിക്കുന്നത്. അപ്പൊ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് 4 അവറിന്റെ ഒരു എക്സ്ട്രീം OBയിലാണ് പ്രൈസ് വന്നത്. ഇതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. 4 അവറിന്റെ ഉണ്ട്, ഡേയുടെ ഉണ്ട്. അതെ, ഡേയുടെ ഇന്റേണൽ സ്ട്രക്ചർ ആണ്, 4 അവറിന്റെ എക്സ്ട്രീം ആണ്, മന്തിന്റെ ഹൈ ആണ്. അപ്പൊ 3 POI. അപ്പൊ അതേപോലത്തെ റിയാക്ഷൻസ് ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് തന്നെ
നമുക്ക് 15 മിനിറ്റ് നോക്കുന്നതിന് വരെ ഞാൻ 5 മിനിറ്റ് നോക്കിയായിരുന്നു. 5 മിനിറ്റ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തെ ഉണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ റിയൽ അക്കൗണ്ടിലും അതേപോലെ വേറൊരു അക്കൗണ്ടിലും ആണ്. ആ രണ്ടിലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഈ തിരിച്ച് ഈ ഹൈ വന്ന് എടുത്തത്, ഇവിടെ നിന്നാണ് ഞാൻ എൻട്രി എടുക്കുന്നത്, തിരിച്ച് ഈ ഹൈ വന്ന് എടുത്തത് എന്നെ ബാധിച്ചില്ല. മനസ്സിലായോ? ഞാൻ ബ്രേക്ക് ഈവൻ വെച്ചിട്ടില്ല, ഇനി ബ്രേക്ക് ഈവൻ ഇവിടെ വെക്കാനായിട്ട് വേറെ ഒന്നും ഇല്ല. ഇനി ഈ ലോ വന്ന് ബ്രേക്ക് ചെയ്ത് ഇനി ഇത് ബോഡി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ബ്രേക്ക് ചെയ്യാൻ വെക്കാം. എന്നാലും ഞാൻ ബ്രേക്ക് ചെയ്യാൻ വെച്ച് ഈ സെറ്റപ്പ് വെച്ചിട്ട് ബ്രേക്ക് ചെയ്യാൻ ഞാൻ വെച്ചു. പക്ഷെ പല ആൾക്കാരും നമുക്ക് ഓൺലൈനിൽ നോക്കുമ്പോൾ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. എൻ്റെ FX ടീമിന്റെ റിയൽ അക്കൗണ്ട് നോക്കുമ്പോൾ ഇതിന് താഴെയാണ് ഈ ഹൈ നിൽക്കുന്നത്. അതേപോലെ വേറെ ഒരു ഫേമിന്റെ ഇതിൽ നോക്കുമ്പോഴും അതിന്റെ ഈക്വൽ വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ബ്രേക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് SL അടിച്ചിട്ടില്ല ഈ ട്രേഡിൽ. മനസ്സിലായോ? അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. ഫസ്റ്റ് ഒരു 25 പിപ്പൊക്കെയാണ് ഫസ്റ്റ് പ്രോഫിറ്റ് എടുത്ത് മാറിയത്. നല്ല പ്രോഫിറ്റ് ആയിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഞാനെൻ്റെ വേറൊരു അക്കൗണ്ടിൽ ഇവിടെയാണ് ഫസ്റ്റ് ടാർഗറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മിക്കവാറും അടിക്കാനുള്ള സാധ്യത തന്നെ ഞാൻ നോക്കിയിട്ട് പ്രൈസിന് താഴേക്ക് തന്നെ മൂവ് ചെയ്യും. മൂവ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലോ ഒരു അക്കൗണ്ടിൽ ഞാൻ പ്രോഫിറ്റ് വെച്ചിട്ടുണ്ട്. അടിക്കണമെങ്കിൽ അടിക്കട്ടെ. പിന്നെ വീക്കെൻഡ് വന്നത് കൊണ്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. നാളെ മൺഡേ ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും എങ്ങനെയാണ് പ്രൈസ് ഇരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എങ്ങനെയായിരിക്കും ഇതിന്റെ റിയാക്ഷൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു വെനസ്ഡേ തേഴ്സ്ഡേക്കാണ് വന്ന് ഈ ഒരു POയിൽ ട്രിഗർ ആയെങ്കിൽ, ഈ ഒരു മൂവ്മെന്റിലാണ് പ്രൈസ് വന്ന് ട്രിഗർ ആയെങ്കിൽ നല്ലൊരു മൂവ്മെന്റ്, ഈ കാണുന്ന മൂവ്മെന്റ് ഇവിടം വരെ പ്രൈസ് വരേണ്ടതായിരുന്നു. അപ്പൊ 2 ന്യൂസും പ്രൈസ് ഇവിടം വരെ കൊണ്ടുവന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും നല്ലൊരു പ്രോഫിറ്റ് ഞാൻ അവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 1 അവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും 1 അവറിലാണെന്നുണ്ടെങ്കിലും പ്രൈസ് ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ മൂവ് ചെയ്തു. അതിനുശേഷം നമുക്ക് മൺഡേ പിടിക്കണമെങ്കിൽ ഇവിടെയാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു, IDM എടുത്തോ, പ്രൈസ് തിരിച്ച് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. ഇവിടെ ഈ ഒരു പൊസിഷൻ നമ്മൾ ഓൾറെഡി ഈ ഒരു പൊസിഷൻ പറഞ്ഞതാണ് പ്രൈസ് ഇങ്ങോട്ട് വരുമെന്ന്. അപ്പൊ അത് നോക്കി എടുത്ത ആൾക്കാർക്കൊക്കെ ഒരുവിധം ആദ്യത്തെ ഒന്ന് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. അതിനുശേഷം പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്ത് സെക്ഷൻ്റെ രീതിയിലൊക്കെ എൻട്രി കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിനി യൂറോ USDയിലേക്ക് വരാം. നമുക്ക് മന്ത് നോക്കണമെങ്കിൽ കറൻസിയൊക്കെ എല്ലാം തന്നെ ബുള്ളിഷ് ആയതുകൊണ്ടും മന്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ബുള്ളിഷിലേക്ക് വന്ന ആ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. ഓൾറെഡി സ്ട്രക്ചർ എല്ലാം ബിയറിഷ് ആണ്. നമുക്കിവിടെ വീക്കിന്റെ രീതിയിലൊന്നും ഇല്ല. വീക്കിന്റെ 3 വീക്കും ബുള്ളിഷിൽ തന്നെയാണ്. വേറെ POE കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് സ്ട്രക്ചറിന്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡേയുടെ പറയുകയാണെങ്കിൽ ഓൾറെഡി ബിയറിഷ് ആണ്. ഇന്റേണൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പറയത്തക്ക ഇന്റേണലൊന്നും ഇല്ല. മനസ്സിലായോ? നമുക്ക് ഈ ഹൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെല്ല്, നല്ല ലോങ് ടൈം സെല്ല് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. 4 അവറിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു 4 അവറിൽ ഇതൊരു OB ആയിരുന്നു, ഡിസിഷൻ OB ആയിരുന്നു. 1 അവറിലും ഉണ്ടായിരുന്നു. നേരെ അവിടെ നല്ലൊരു സെല്ല് കിട്ടിയിട്ടുണ്ട്. 4 അവറിന്റെ ഈ ഒരു OBയിൽ തന്നെയാണെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ സെല്ല് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, ആ ഇന്റേണൽ ഡേയും വരുമ്പോൾ. അപ്പൊ ആ ദിവസം വരെ ഇങ്ങോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബൈ നോക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് ഇന്റേണൽ സ്ട്രക്ചറും അതേപോലെ തന്നെ സെക്ഷന്റെ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബൈ നോക്കാവുന്നതാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, സെല്ല് നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ 1 അവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും പ്രൈസ് 1 അവറിൽ ഇവിടെ നമുക്കൊരു അതേ പൊസിഷനിൽ തന്നെ ഇവിടെ ഒരു OB കാണാം. എന്നാലും ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടായിരിക്കും. ചിലപ്പോൾ ഇതൊന്നും ജസ്റ്റ് റിയാക്ട് ചെയ്യാൻ, ചിലപ്പോൾ നേരെ വന്ന് ബ്രേക്ക് ചെയ്യാം, പറയാൻ പറ്റില്ല. അപ്പൊ നോക്കിയിട്ട് വേണം എടുക്കാൻ. ആ ഒരു പൊസിഷനിൽ വരികയാണെങ്കിൽ നല്ലൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ സെല്ല് എടുക്കും. അപ്പൊ ഇത്രയും എനിക്ക് പറയാനുള്ള യൂറോ USD. അപ്പൊ GBP ഇട ഞാൻ മൂവ്മെന്റ് പറഞ്ഞു അടുത്ത ആഴ്ച എടുക്കുന്നത്. അതേപോലെ ഗോൾഡ് OD USDയിൽ നമ്മൾ ഓൾറെഡി ഒരു മൂവ്മെന്റിൽ നിൽക്കുകയാണ്, ഒരു എൻട്രി എടുത്ത് നിൽക്കുകയാണ്. പിന്നെ ഗോൾഡിന്റെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു പൊസിഷനിലേക്ക് പ്രൈസ് വരുന്നതാണെങ്കിൽ, താഴേക്കാണ് പ്രൈസ് മൂവ് ചെയ്യണമെങ്കിലും ഏറ്റവും കൂടുതൽ ഒരു 60-70% സാധ്യത നിങ്ങൾക്ക് ബൈയിലേക്ക് അയക്കും. പക്ഷെ ഒരു ട്രേഡ് നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ POയിൽ നല്ലൊരു POയിൽ എത്തണ വരെ ഒരു ട്രേഡ് നല്ല രീതിയിൽ ലോങ് ടൈം ഹോൾഡ് ചെയ്യരുത്. സെല്ലാണെങ്കിലും ബൈ ആണെന്നുണ്ടെങ്കിലും ഒരിക്കലും ലോങ് ടൈം ഹോൾഡ് ചെയ്യരുത്. ചെറിയ ചെറിയ ടാർഗറ്റ് വെച്ച് എല്ലാ വീക്കിലും പ്രോഫിറ്റ് പോകാനായിട്ട് നോക്കുക. അപ്പൊ എല്ലാവർക്കും അടുത്ത വീക്കും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.